മഴക്കെടുതിയിൽ രൂക്ഷ പ്രതിസന്ധി നേരിടുമ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പൊന്നാനിയിൽ മുസ്ലിം ലീഗ് നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്തതിൽ രൂക്ഷ വിമർശനം. മുസ്ലിം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഫൈസൽ ബഫാഖി തങ്ങളുടെ പൊന്നാനിയിലെ വീട്ടിൽ വി.ഡി. സതീശൻ ഉച്ചഭക്ഷണത്തിന് എത്തിയതും സൽക്കാരത്തിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് വലിയ വിമർശനം ഉയർന്നത്. ഫൈസൽ ബാഫഖി തങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി വീട്ടിലെത്തിയതിന്റെ ദൃശ്യങ്ങൾ തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചത്. വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് മുഖ്യമന്ത്രിയെ വിമർശിച്ച് രംഗത്തെത്തിയത്. ഇതിന് പിന്നാലെ പ്രതിപക്ഷവും മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തി. LDF സർക്കാരിന്റെ കാലത്ത് എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുവെന്നും എന്നാൽ ജനം രൂക്ഷമായ മഴക്കെടുതിയിൽ ദുരിതം പേറുമ്പോൾ വി.ഡി. സതീശൻ വിരുന്നുണ്ട് നടക്കുകയാണെന്നുമാണ് വിമർശനം. അന്ന് മുഖ്യമന്ത്രി മുൻ നിശ്ചയിച്ച പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് നേരിട്ട് നേതൃത്വം നൽകുന്നു. മന്ത്രിമാരോട് അവർക്ക് ചുമതലയുള്ള ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിർദ്ദേശം നൽകി. ഇന്ന് ആ ലെഗ് പീസ് എങ്ങെടുക്കുക എന്നാണ് സ്ഥിതിയെന്ന് CPM നേതാവും മുൻ MLA-യുമായ VK പ്രശാന്ത് പരിഹസിച്ചു. MP-യും DYFI അഖിലേന്ത്യാ പ്രസിഡന്റുമായ AA റഹീമും വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ വീഡിയോ ആദ്യം വിശ്വസിക്കാനായില്ല. വിവിധ ജില്ലകൾ വെള്ളത്തിലായി മനുഷ്യർ ആശങ്കയിലായിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഈ ഔചിത്യമില്ലായ്മ കാണിക്കുമെന്ന് കരുതിയില്ല. ഇങ്ങനെ സ്വകാര്യ വിരുന്നുണ്ണാൻ പോകുമെന്ന് വിചാരിച്ചില്ല എന്നും AA റഹീം പറഞ്ഞു. മുൻ മാതൃകകൾ അങ്ങനെയല്ല. ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും വേണ്ട ആത്മവിശ്വാസം പകരേണ്ട സമയമാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ പ്രളയത്തിന്റെ ദുരിതത്തിൽ കഴിയുന്ന ഈ സമയത്ത് ജനങ്ങൾ പ്രതീക്ഷിച്ചത് നേതൃത്വം, ഇടപെടൽ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനം എന്നതൊക്കെയാണ്. പ്രതിസന്ധിയുടെ വേളയിൽ സൽക്കാരങ്ങളല്ല, ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രിയുടെ മുൻഗണനയാകേണ്ടതെന്നും റഹീം പറഞ്ഞു. മുഖ്യമന്ത്രിയെ വിമർശിച്ച് CPM നേതാവ് P. സരിനും രംഗത്തെത്തി. കനത്ത കാലവർഷക്കെടുതികൾക്കിടയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് പൊന്നാനി MLA-യോടൊപ്പം രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ അപൂർവ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ് സരിൻ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. നേരത്തെ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര വിവാദമായിരുന്നു. ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ പൊന്നാനി യാത്രയും വിവാദമായിരിക്കുന്നത്. അത് മാത്രമല്ല, മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഹെലികോപ്റ്റർ ഉപയോഗത്തെ ചൊല്ലി വീണ്ടും വിവാദം ഉയർന്നിരുന്നു. ഇന്നലെ കൊച്ചിയിലേക്ക് പറഞ്ഞത് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയെന്ന വിമർശനമാണ് ഇടത് നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാക്കുന്നത്. കാലത്തിനനുസരിച്ച് മാറ്റം വേണമെന്ന് മന്ത്രി K. മുരളീധരൻ മറുപടി പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ വിമർശനത്തിന് തയ്യാറുണ്ടോ എന്ന് VT ബൽറാം വെല്ലുവിളിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ യാത്ര വിമർശിച്ച UDF-ന്റെ മറ്റൊരു യു-ടേൺ. പരിഹാസവുമായി ആദ്യമെത്തിയത് മുൻ മന്ത്രി V. ശിവൻകുട്ടിയാണ്. ഇന്നലെ രാവിലെ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട് കൊച്ചിയിലെത്തി. എന്നാൽ കാലാവസ്ഥ മോശമാണെന്ന് കണ്ട് തിരിച്ചു പറന്നു. പിന്നെ ഉച്ചയ്ക്ക് 1:30 കൊച്ചിയിൽ വീണ്ടും പറന്നിറങ്ങിയത്. എന്നാൽ ഔദ്യോഗിക പരിപാടികൾക്കല്ല, മറിച്ച് ഭാര്യാപിതാവിനെ കാണാനാണ് മുഖ്യമന്ത്രി തിരക്കിട്ട് വിമാനത്തിൽ വന്നതെന്നാണ് ഇടത് നേതാക്കളുടെ വിമർശനം. തെരഞ്ഞെടുപ്പ് കാലത്തെ മംഗലാപുരം യാത്രയ്ക്ക് ശേഷവും കൊച്ചിയിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയാണ് വിവാദമാകുന്നത്. എന്നാൽ കാലത്തിനനുസരിച്ച് മാറ്റം അനിവാര്യമാണെന്നാണ് K. മുരളീധരന്റെ മറുപടി. എന്നാൽ ട്രോളുകളല്ല, പ്രതിപക്ഷ ഉത്തരവാദിത്ത ബോധത്തോടെ വിമർശനം ഉന്നയിക്കാൻ വെല്ലുവിളിക്കുകയാണ് തൃത്താല MLA VT ബൽറാം. സൗകര്യങ്ങൾ നൽകി പ്രതിപക്ഷ നേതാവെന്ന ചുമതല നൽകിയ പിണറായി വിജയൻ വിമർശിക്കട്ടെ എന്നും സർക്കാരിനത് മറുപടി പറയട്ടെ എന്നുമാണ് ബൽറാമിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും പ്രളയ ദുരിതാശ്വാസത്തിനും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും LDF സർക്കാർ ഉപയോഗിച്ച ഹെലികോപ്റ്റർ UDF ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് ഇടത് വിമർശനം. വിമർശനം കടക്കുമ്പോഴും മുഖ്യമന്ത്രി വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.